ഒരു നാടൻ ചിക്കൻ പുരട്ട് ശരിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ചൂടായി വരട്ടെ. അതിലിടാൻ പോണത് ഒരു 3 വലിയ സവോളയാണ് ചെറുതായി അരിഞ്ഞത്. അപ്പോൾ 3-4 സവോളയൊക്കെ ഇടാം കേട്ടോ. എൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള സവോള ആയതുകൊണ്ട് ഒരു 3 സവോള അരിഞ്ഞിട്ടുണ്ട്. അത് നന്നായി വഴന്ന് വരട്ടെ. അപ്പോൾ അതൊരു വിധം ഒരു പകുതിയായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 10-15 വെളുത്തുള്ളി അല്ലിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക്, വേപ്പില, അപ്പോൾ അതൊക്കെ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് ഞാൻ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പുരട്ടാണിത്. അപ്പോൾ നന്നായി അതിൻ്റെ പച്ചമണം പോണ വരെ നമ്മൾ ഇളക്കി കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, അതേസമയം നല്ല ടേസ്റ്റാണ് താൻ. ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആകുമ്പോൾ വേഗം അത് ഒന്ന് വഴന്ന് വന്നോളും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പുരട്ടാണ്. അപ്പോൾ നമ്മൾ ഇതായി വരുമ്പോൾ ഒരു 3 തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3 തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് കൂട്ടാനാണിത്. 3 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി വഴന്ന് വരണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഒരു മിനിറ്റ് നമുക്ക് വേണമെങ്കിൽ മൂടിയിട്ട് വേവിക്കുകയും ചെയ്യാം. ഒരു 2 കിലോ ചിക്കനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള കൂട്ടാണിത്. അപ്പോൾ ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. തക്കാളി ഒരു ഇതായി വന്നിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണുണ്ട് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂണ് വലിയ സ്പൂണാണ് ഗരം മസാല ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ കുരുമുളക് പൊടി 1 സ്പൂണ്, പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1 സ്പൂൺ. അപ്പോൾ ഗരം മസാലയൊക്കെ ഞാനിവിടെ പൊടിച്ചതാണ്. അപ്പോൾ നമുക്ക് ചിക്കനും അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് നന്നായി അതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കി കൊടുത്ത് അതിലേക്ക് ചിക്കനിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കില്ല. നമ്മുടെ ബോയിലർ ചിക്കനാണ്. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തിട്ട് അതിൽ തന്നെ വെള്ളം ധാരാളം ഉണ്ടാവും. നമ്മൾ കഴുകി വാല വെച്ചതാണ്, എന്നാലും അതിൽ വെള്ളം ഉണ്ടാവും. പിന്നെ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നന്നായി ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടിയിട്ട് വേവിക്കാം. വളരെ എളുപ്പത്തിലുള്ളൊരു കറിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ആയി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം. അത് എനിക്കിപ്പോൾ ചിക്കനിലേക്ക് ചപ്പാത്തി തിന്നാനായതുകൊണ്ട് ഞാൻ ഒരു സ്വല്പം ചാറോട് കൂടി എടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഇതിൽ തിളയ്ക്കുന്നത് കൊണ്ടാണ് അത് ചാറ് പോലെ തോന്നണം. അങ്ങനെ ചാറൊന്നുമില്ല, ഒന്ന് പെരണ്ട് വന്ന കറിയാണ്. അപ്പോൾ ഒരു സ്വല്പം ചാറ് എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് വല്ലാണ്ട് വരട്ടിയെടുക്കാത്തത്. അപ്പോൾ മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഇളക്കി കൊടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത്രയുള്ള ഈ കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പുരട്ട്. ഒന്നുകൂടി നമുക്ക് വേണമെങ്കിൽ പറ്റിച്ചെടുക്കാം, ഞാൻ ചെയ്യുന്നില്ല.